ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലൊരു നോട്ട്ബുക്ക്, നിങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച ഒരു നോട്ട്ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ യൂസ് ചെയ്യാം. നിങ്ങൾ ഫോണിൽ എടുത്തിരിക്കുന്ന ഏത് ഫോട്ടോ വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്ബുക്കിന് യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റി ലോസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഗിഫ്റ്റായിട്ടും കൊടുക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് ഈ സെയിം കാര്യങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചും ചെയ്യാം. ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ക്ലാസ്മേറ്റ്സ് കസ്റ്റമൈസ്ഡ് നോട്ട്ബുക്ക് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന സെർച്ച് റിസൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കിനെ പറ്റി പറയുമ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു വരുന്ന പേജിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്ബുക്കിലും ലഭിക്കും. ആദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര പേജിൻ്റെ നോട്ട്ബുക്കാണ് വേണ്ടതെന്നുള്ളതാണ്. 140 പേജിൻ്റെ ഉണ്ട്, 172 പേജിൻ്റെ ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 140 പേജിൻ്റെ സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നീട് ചോദിക്കുന്നത് ലോങ് നോട്ട്ബുക്ക് വേണോ അതോ ഷോർട്ട് നോട്ട്ബുക്ക് വേണോ എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു നോട്ട്ബുക്കിൻ്റെ നീളം സൈസ് അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ റൂൾഡ് വേണോ അൺറൂൾഡ് വേണോ എന്നാണ് ചോദിക്കുന്നത്. വരയിട്ടതാണോ അതോ വരയിടാത്ത നോട്ട്ബുക്കാണോ നിങ്ങൾക്ക് ആവശ്യം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നീട് ബൈൻഡിങ്, ഏത് തരത്തിലുള്ള ഒരു ബൈൻഡിങ് ആണ് നിങ്ങളുടെ നോട്ട്ബുക്കിന് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സ്പൈറൽ ബൈൻഡിങ് ആണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യുക. സ്റ്റാപ്പിൾഡ് ആണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ വരുന്നത് ബുക്കിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ള സെലക്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ ബേസ് പ്ലാനായിട്ട് വരുന്നത് 300 രൂപയുടെയാണ്. ആ ഒരൊറ്റ പ്ലാനിൽ 6 നോട്ട്ബുക്ക് നമുക്ക് ലഭിക്കും. പിന്നീട് 600 രൂപയുടെ പ്ലാനിൽ 12 നോട്ട്ബുക്ക്, 900 രൂപയുടെ പ്ലാനിൽ 18 നോട്ട്ബുക്ക്. അങ്ങനെ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമുക്കൊരു ഷിപ്പിംഗ് ചാർജ് 80 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 300 രൂപയുടെ കൂട്ടി 380 രൂപയാണ് ടോട്ടലായിട്ട് നമ്മൾ ഒരു ബേസ് പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇവിടെ പാക്ക് ഓഫ് 6 എന്നുള്ള 300 രൂപയുടെ ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നോട്ട്ബുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക് നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോട്ട്ബുക്കിൻ്റെ കവർ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ റീസൈസ് ചെയ്ത് നല്ലൊരു സൈസിൽ ഒരു ഫിറ്റായിട്ടിരിക്കുന്ന രീതിയിൽ വെക്കണം എന്നുള്ള കാര്യമാണ് അവരവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നീട് ലെഫ്റ്റ് ബോർഡർ സൈഡിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ടെക്സ്റ്റുകളൊന്നും ആഡ് ചെയ്തതെന്നും പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണെന്നുള്ളത് അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോപ്പിറൈറ്റിൻ്റെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, ഇപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാതെ ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ ലോഗോസോ ഒന്നും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അതായത് ഫേസ്ബുക്കിൻ്റെ ലോഗോ, യൂട്യൂബിൻ്റെ ലോഗോ, അങ്ങനെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ ലോഗോസ് ഒന്നും ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. സെലിബ്രിറ്റീസിൻ്റെയോ സ്പോർട്സ് സ്റ്റാർസിൻ്റെയോ TV ആക്ടേഴ്സിൻ്റെയോ ഒന്നും ഫോട്ടോകളും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ മാനുവലി എടുത്ത നമ്മുടെ ഫോണിലെടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് മാത്രമേ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ഫോട്ടോകൾക്ക് മാത്രമേ, അങ്ങനെയുള്ള ഒരു കവർ പേജുകൾക്ക് മാത്രമേ ഇത് അവസാനം അപ്രൂവ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഇമേജസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ മാറ്റുകയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്ബുക്കിനൊന്നും ഫോട്ടോസ് ആവശ്യമില്ല, ടെക്സ്റ്റുകൾ മാത്രമാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് എന്നുള്ള കാര്യം നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് 6 നോട്ട്ബുക്കുകളും നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഫോട്ടോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോപ്പിറൈറ്റുകളുള്ള ഇമേജുകളും ടെക്സ്റ്റുകളൊന്നും ആഡ് ചെയ്യാതിരിക്കുക. ഇതെല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവസാനം ചെക്കൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ
ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞ് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. എനിക്കിപ്പോൾ നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് നോട്ട്ബുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഏരിയ, സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ്, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ബില്ലിംഗ് ഇൻഫർമേഷനും ഷിപ്പിംഗ് ഇൻഫർമേഷനും സെയിം ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ഷിപ്പിംഗ് മെത്തേഡും പേയ്മെൻറ്റ് മെത്തേഡും കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും UPI പേയ്മെൻറ്റ് ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. ഇവിടെ ടോട്ടൽ നമുക്ക് വരുന്നത് 380 രൂപയാണ്. 300 രൂപയാണ് ബുക്കുകളുടെ എല്ലാം പ്രൈസ്. ഒരു ബുക്കിന് 50 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ 6 ബുക്കിന് 300 രൂപ. പിന്നീട് ഷിപ്പിംഗ് പ്രൈസ് വരുന്നത് 80 രൂപ. ടോട്ടൽ 350 രൂപയാണ് നമ്മൾ ഈ ഒരു 6 ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് അടയ്ക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു നോട്ട്ബുക്ക് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.